ഇടുക്കി ജില്ലയിൽ UDF-ഉമായുള്ള സഹകരണം അവസാനിപ്പിച്ച് മുസ്ലിം ലീഗ്. കോൺഗ്രസിന്റെ മുന്നണി മര്യാദാ ലംഘനത്തെ പ്രതിഷേധിച്ച് ജില്ലയിൽ UDF-ഉമായുള്ള സഹകരണം തൽക്കാലം അവസാനിപ്പിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗിനെ വഞ്ചിച്ചും ഒഴിവാക്കിയും അവിഹിത ബന്ധത്തിലൂടെ ചെയർമാൻ സ്ഥാനം സ്വന്തമാക്കാൻ കോൺഗ്രസ് നടത്തിയ നീക്കത്തിന്റെ സ്വാഭാവികമായ തിരിച്ചടിയാണ് തൊടുപുഴ നഗരസഭയിലുണ്ടായതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. കോൺഗ്രസിന്റെ മുന്നണി മര്യാദ ലംഘനത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ UDF-ഉമായുള്ള സഹകരണം തൽക്കാലം അവസാനിപ്പിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്താൽ അവിടെ വേറെ ആൾ നിർത്തി മത്സരിപ്പിക്കുക എന്ന സ്വാഭാവിക കോൺഗ്രസ് തന്ത്രം പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും ലീഗ് ഇരയാകാറുണ്ട്. അവിടെയൊന്നും ലീഗ് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഒരു സാമാന്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ MP പാർലമെൻറ്റ് അംഗം, പിന്നെ ഇവിടുത്തെ അസംബ്ലി സീറ്റുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഭൂരിപക്ഷം നഗരസഭകൾ, ഏറ്റവും ഒടുവിൽ കട്ടപ്പന നഗരസഭയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ സീറ്റ് അവിടുത്തെ കോൺഗ്രസിലെ ആഭ്യന്തര കുഴപ്പം പരിഹരിക്കാൻ ഒരു ടൈം വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ലീഗ് മത്സരിക്കാതെ സീറ്റ് വിട്ടുകൊടുത്തു. ചെയർമാൻ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് വരെയും ധാരണ നിലനിർത്താൻ ലീഗ് ശ്രമിച്ചതാണ്. പക്ഷേ ലീഗില്ലെങ്കിലും വിജയിക്കുമെന്ന ധാർഷ്ട്യമാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിച്ചത്. സൌഹാർദ്ദ മത്സരം നടത്തി അവസാനിപ്പിക്കാമെന്ന് കരുതിയ ലീഗിന്റെ നിലപാട് അവസാന റൌണ്ടിൽ മാറേണ്ടി വന്നത് കോൺഗ്രസിന്റെയും ജോസഫ് ഗ്രൂപ്പ് കൌൺസിലറുടെയും കള്ളക്കളി ബോധ്യപ്പെടുത്തുന്നതാണ്. ഇടതുമുന്നണിയിലെ ഒരാളുടെ വോട്ട് വാങ്ങിയും 9ാം വാർഡിലെ ലീഗ് കൌൺസിലറെ വരുതിയിലാക്കിയും ഇടതുമുന്നണിയിലെ 2 പേരെ മാറ്റി നിർത്തിയും ലീഗിനെ ഒഴിവാക്കി സാമർത്ഥ്യം കാണിച്ച് ജയിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് കൌൺസിലർമാർ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കാരണമായതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ വില കുറഞ്ഞ ആരോപണത്തിന് മറുപടി പറയുന്നില്ല. ലീഗ് ആരുടെയും ചെലവിലല്ല കഴിയുന്നതെന്നും UDF വിജയങ്ങൾക്ക് പിന്നിൽ മുസ്ലിം ലീഗിന്റെ ശക്തമായ പ്രവർത്തനമുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ജനറൽ സെക്രട്ടറി KS സിയാദ്, ട്രഷറർ TK നവാസ്, സെക്രട്ടറിമാരായ PN സീതി, KM സലീം, മുസ്ലിം ലീഗ് മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി ലീഡർ MA കരീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു. നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ്, തൊടുപുഴ.